LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വടകര പട്ടണത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ജയിപ്പിക്കണമെന്ന് പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിലപ്പെട്ട വോട്ടവകാശം നേരിട്ട് കണ്ടു മത്സരത്തില് നമ്മുടെ വിലപ്പെട്ട വോട്ടുകൾ നടത്തുന്ന റാന്തലടയാളത്തിൽ നമ്മുടെ വിലപ്പെട്ട വോട്ടവകാശം വിനിയോഗിക്കുക. MK ഭാസ്കരന് തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിട്ട് കണ്ട വോട്ടഭ്യർത്ഥിക്കാൻ സഖാവ് MK ഭാസ്കരൻ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വരികയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും വോട്ടുകൾ രേഖപ്പെടുത്തിയാലും जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद MK ഭാസ്കർ സ്ഥാനാർത്ഥി സാന്ദലാകും ചിഹ്നത്തെ റാന്തലടയാളത്തിൽ നമ്മുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി MK ഭാസ്കരന് വടകരയുടെ മടിയിൽ നിന്നും ചരിത്ര വിജയം സമ്മാനിക്കണമെന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. വടകര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. CK നാണോട്ടൻ വടകരയുടെ MLA ആയപ്പോൾ തുടങ്ങിവെച്ച, അദ്ദേഹം അവസാനിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് വടകരയിലെ വോട്ടർമാർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ വികസന മുരടിപ്പാണ് കഴിഞ്ഞ 5 വർഷമായി വടകരയിൽ നടന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ നാണോട്ടൻ അവസാനിപ്പിച്ചെടുത്തുനിന്ന് വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ വർഷമായി ഏറാമല പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിച്ച എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒരാളായി വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനും വിജയിക്കാനും സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ വരുമ്പോൾ ആ ജനപ്രതിനിധികളോടൊപ്പം തന്നെ നിന്ന് വിജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാര്യക്ഷമമായി നടത്താനും അതോടൊപ്പം തന്നെ വിജയക്കുറിപ്പ് നടത്താനും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ